പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് എന്താണ് നേദിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് നമ്മൾ പോയാൽ നമ്മൾ കാണുന്നത് അവിടെ മാംസം നേദിക്കുന്നുണ്ടല്ലോ. പക്ഷെ കോമൺലി എല്ലാ ദൈവങ്ങളും വെജിറ്റേറിയൻ അല്ലേ? അല്ല, ദൈവങ്ങൾ അതാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് വൈഷ്ണവ ശൈവ സങ്കല്പങ്ങൾ നമ്മൾ പ്രധാനമായി പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ ഇപ്പം ശാക്തേയ സങ്കല്പങ്ങളെല്ലാം തന്നെ ഇറച്ചി നേദിക്കുന്നുണ്ട്, കള്ള് നേദിക്കുന്നുണ്ട്. അല്ല, അപ്പൊ പിന്നെ എവിടം കൊണ്ടാണ് ഹിന്ദു വെജിറ്റേറിയൻ ആയിരിക്കണമെന്ന്? അതാണ് നമ്മളതൊക്കെ ആലോചിക്കുന്നത് എവിടെയാണ്. അല്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്നൊന്നും നോൺ വെജ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ അനുവദിക്കത്തില്ല. മുട്ട കഴിച്ചാൽ പോലും അമ്പലത്തിൽ പോകാൻ അനുവദിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ നോൺ വെജേ ഇല്ല, പിന്നെ കോൺസെപ്റ്റ് ഇല്ല. സതീഷിന്റെ വീട്ടിൽ ഇല്ല, കുളിച്ചിട്ട് പോകുമ്പോൾ സംഭവിക്കില്ല. നമ്മൾ സാധാരണ ഒരു ദിവസം ഒന്ന് കുളിച്ചിട്ട് പോയാൽ അത് സംഭവിക്കില്ല. അതല്ല, കറക്റ്റ് ആണ്. നമ്മൾ ഈ അതായത് നോൺ വെജ് കഴിച്ചാൽ പിന്നെ ഈശ്വരന്റെ അടുത്തേക്ക് പോകാനുള്ള എവിടെയോ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഹിന്ദു എന്നുള്ളൊരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കൾച്ചറിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആവണം എന്നൊരു നിർബന്ധം തോന്നിയില്ല. നേരെ മറിച്ച് പല ഇമോഷൻസിന്റെയും പേരിൽ ഇപ്പം ഗോമാംസം അത് നമ്മൾ കഴിക്കരുത് എന്നുള്ളത് നമ്മൾ ബേസിക്കലി റിക്വസ്റ്റ് ചെയ്യുന്നു. മീൻസ് അത് നമ്മുടെ കൾച്ചറലുമായിട്ടും നമ്മുടെ ദൈവമായിട്ടും.